ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരുടെയും എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും നമ്മുടെ സ്വത്തുമണികൾക്കും പിന്നെ ഇക്കാക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ടെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സെട്ടപ്പെട്ട പണി കഴിക്കില്ല. അതന്നെ ഇന്നത്തെ എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ സ്വത്തുമണികൾക്കൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷിബിലിക്കുട്ടനായിട്ട് അടിച്ചു വരുന്നത്. എനിക്ക് 10:30 ആകുമ്പോഴേക്കും ബാങ്കിലെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബാങ്കിൽ പോകാനുള്ളത് കൊണ്ട് അവനെന്നോട് പറഞ്ഞു, മുറ്റം നിങ്ങൾ അടിക്കണ്ട, ഞാൻ അടിച്ചോണ്ട് എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. എനിക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീർക്കണം. പണിയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സൊക്കെ ഒരു സമാധാനമാണ്. പിന്നെ അതുമല്ല, സ്വത്തുമണികളെ ഞാനിന്ന് കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വിശക്കുമ്പോഴേക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണമാകും വേണ്ടേ. അങ്ങനെ അതെ അവൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് മുറ്റം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അവൻ ചെയ്യണ പണി പിന്നെ വൃത്തിയിലേ ചെയ്യുള്ളൂ. അതാണ് അവനെ കൊണ്ടുള്ളൊരു മെച്ചട്ടോ. അങ്ങനെ അവന് നമ്മൾ ചെടിത്താരത്തിൻ്റെ തിണ്ടും തുടച്ചു. ഈ തിണ്ടുമ്പോൾ പൊടി ഉണ്ടാവും കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ വന്നിരിക്കും. അതുകൊണ്ടാണ് ഡെയിലി ഇത് ഈ തിണ്ട് തുടക്കുന്നത്. അവനെ തുടക്കുമ്പോഴേക്കും നമ്മൾ ചെറിയ സ്വത്തുമണി ഓരോരോ ഉടായ്പ ഒപ്പിക്കാം കേട്ടോ. ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് കളിക്കുക. ഇതാ അവൾക്കൊരു പണി കിട്ടി. കിട്ടിപ്പോയി. പിന്നെ രണ്ടുപേരും കൂടി തല്ലൂടലായിട്ടോ. പ്രതീക്ഷിക്കാതെ അവനക്ക് കിട്ടിയ പണിയാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ചായ കുടിച്ചപ്പോഴേക്കും 9 മണിയായിട്ടോ. അപ്പോഴേക്കും ഞാനിത് ചോറ് വെച്ചു, പിന്നെ കുമ്പളങ്ങ കറി വെച്ചു, നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചു, പിന്നെ കാബേജ് ഉപ്പേരി വെച്ചു, മീൻ വറുത്തു. മീൻ ഞാൻ വന്നിട്ട് വറുക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഇനി അപ്പോഴേ സമയം വൈകിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അപ്പോഴേ തന്നെ വറുത്തതും നന്നായി. ചിലപ്പോഴും നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിചാരിച്ച സമയത്തിന് എത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ തുടക്കുന്നുണ്ട്, ഷിബിലിക്കുട്ടൻ പാത്രം കഴുകുന്നുണ്ട്. രണ്ടുപേരും കൂടി ചെയ്താൽ പെട്ടെന്ന് എളുപ്പം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഷിബിലിമോൻ പാത്രം കഴുകുന്നത്. അങ്ങനെ നമ്മൾ ഷിബിലിമോൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണേ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടോ. ഞാൻ പോകുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും. തിരിച്ച് വന്നപ്പോഴേക്ക് പിന്നെ ടൈം 1:30 മണിയായിട്ടോ. അപ്പോഴേക്ക് പിന്നെ ഭക്ഷണം കഴിച്ചു. ഞാൻ 10:30 മണിക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് 1:30 മണിക്കാണ്. അപ്പോഴത്തേന് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും പോകുമ്പോൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. വരുമ്പോൾ ആകെ ടയേർഡായിട്ടാട്ടോ ഞാൻ വരിക. അങ്ങനെ ഇതാ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം വൈകുന്നേരത്തെ ചായക്കുള്ള ഏർപ്പാടായി. ഇക്കുണ്ട്, നമ്മളെ സ്വത്തുമണികളുണ്ട്, എല്ലാവരും കൂടി ഇന്ന് ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ കടിക്കുള്ളത്. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നമ്മളെ സ്വത്തുമണികൾ പഠിക്കുകയാണേ. അവരെ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചെറിയ സ്വത്തുമണി ഉണ്ടല്ലോ, അത് എളുപ്പം കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അവൾക്ക് ചോറ് വേണമെന്നറിഞ്ഞപ്പോൾ അവൾക്കും വേണം. എന്നാൽ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഷിബിലിക്കുട്ടൻക്ക് ഒരാഗ്രഹം, ഒന്ന് മുട്ട പൊരിക്കണം എന്നുള്ളത്. അവൻ പറഞ്ഞു എന്നോടേ, ഞാൻ തന്നെ പൊരിച്ചോളാം. എന്നാൽ പിന്നെ അവൻ എന്നോട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുക. ഇത് വാരിയാത്ത ചട്ടിയാണ്. കുറച്ച് ചൂടാണ് രീതിക്ക് ഫ്ലെയിം വെക്കുക. അത് മുഞ്ചി അപ്പോൾ ഇതിൽ പുടുത്തയ്യ. അപ്പം നമ്മൾ ഈ കുന്തണം കൊണ്ട് നമ്മൾ ഉപയോഗിക്കലാണ്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ വെച്ചാൽ മതി. ഞാൻ നിൽക്കും. ഞാൻ ഓയിൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ഓയിൽ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുട്ടയും ഉപ്പിട്ടിട്ട് ഇളക്കിയതാണ്. നമുക്ക് വേറെ മോഡൽ ഉണ്ടാക്കാനൊക്കെ അറിയട്ടോ. നമ്മളൊരു സാധാ നോർമലായിട്ടൊക്കെ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലോണം വിശക്കുണ്ട് കേട്ടോ. അതാണ് നമ്മൾ സാധാരണ രീതിക്ക് ആക്കുന്നത്. ചട്ടി അങ്ങനെ ചൂടാവണില്ല. ചട്ടി ചൂടാൻ നേരം കൊണ്ട് നമുക്ക് ഡാൻസ് കളിച്ചാൽ ഒരു ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ വാങ്ങി കൊടുക്കാം. വെളിച്ചെണ്ണ വെച്ചെടുക്കണേ മതിയാ. അപ്പം നമ്മളെ വെളിച്ചെണ്ണ നല്ല അടിപൊളിയായി ചൂടായിട്ടുണ്ട്. നമ്മളെ എഗ്ഗ് തീക്കിട്ട് കൊടുക്കുകയാണ്.
വാവ്, നമ്മുടെ അടിപൊളി മുട്ട ഇതാ വന്നിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ ആരിന്റെ ഗുജറാത്തി എഗ് ഫ്രൈ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആരും കൊതിക്കരുത് പ്ലീസ്, നമ്മൾ തിന്ന് ജീവിക്കട്ടെ. ശരി, അതൊന്നും പറയിച്ചിട്ടാ. അപ്പോ ഇനിയിപ്പോ ഇതൊന്നും മുറിയാതെ കിട്ടണം. അപ്പൊ ഇതാണ് നമ്മളെ ലക്ഷ്യം. പഴയ ഇറക്കിൻ്റെ ഇപ്പോൾ ഒരു പീസ് ടേസ്റ്റ് ഒക്കെ നോക്കണം, ഉപ്പൊക്കെ നോക്കണ്ടേ. അടിപൊളിയാ. ഇത് മുറിയാതെ എടുക്കണം, ടാസ്ക് അതാ. രണ്ട് സൈഡും വേവണം. ഇതാ ഇതാ നമ്മുടെ എഗ് ഫ്രൈ ഇതാ മറിച്ചിട്ടിരിക്കുകയാണ്. ഒരു കേടും അവൾ പറ്റാതെ ഇതാ കാണികൾ കാണും. നമുക്കിത് പ്ലേറ്റോട് സർവ് ചെയ്യാം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിലോട്ട് സർവ് ചെയ്യാണ്. വണ്ടർഫുൾ, അടിപൊളി മുട്ട ഫ്രൈ. അപ്പൊ ഞങ്ങളെ ഇവിടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബർ മുബാറക്കിന് ജാസ്തി സന്തോഷമായ പോലെ നമുക്ക് ഈ മുട്ട കീറാതെ കിട്ടിയപ്പോ ജാസ്തി സന്തോഷമായി. അങ്ങനെ നമ്മൾ ഷിബിലിക്കുട്ടൻ ചോറുന്നാണ് കേട്ടോ. ഇന്ന് ചെറിയ സ്വത്തമണ്ണില്ല, അത് ഇവിടെയാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. അതിന് ഉറക്കം വന്നിരിക്കുകയാണ്. അങ്ങനെ അവരെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി ഇക്കാക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഇത് നമ്മൾ സേമിയാണ്, സേമിയോട് പൂമാവ് ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും പച്ചമുളകും വേപ്പിലയും പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ പിന്നെ ഈ സേമി ഇട്ടാണ്ട് വേവിച്ചെടുത്തതാണേ. അങ്ങനെ എനിക്കും ഇക്കാക്കും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇക്കാൻ്റെ സേമിപ്പുമാവ്. അതൊരു ബൗളിലേക്ക് എടുത്തെടുക്കുകയാണേ. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല്ലേ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.